ഹായ്, നമുക്കിനി അടുത്ത് നോക്കാനുള്ള കുറച്ച് ഡെഫിനേഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് ബൗണ്ടഡ് സെറ്റിനെ കുറിച്ചാണ്. ബൗണ്ടഡ് സെറ്റ്സ് അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവൽസിനെ പറ്റി പഠിച്ചല്ലോ. ഇന്റർവൽസ് നമ്മൾ ഓക്കെ, ഇപ്പോൾ ഇന്റർവൽ ക്ലോസ്ഡ് ഇൻട്രോൾ എ ബി, ഓപ്പൺ ഇൻട്രോൾ എ ബി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ ക്ലോസ്ഡ് ഇൻട്രോൾ എ ബി, ഓപ്പൺ ഇൻട്രോൾ എ ബി എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? അത് ഫൈനൈറ്റ് ഇൻട്രോൾസ് ആണ്, ശരിയല്ലേ? ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഞാൻ പറയണ ഓപ്പൺ ഇൻട്രോൾ എ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലോ അതൊരു ഇൻഫൈനൈറ്റ് ഇന്റർവെൽ. അപ്പൊ നമുക്കറിയാം എന്താണ് ഫൈനൈറ്റ് ഇന്റർവെലും എന്താണ് ഇൻഫൈനൈറ്റ് ഇന്റർവെലും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ so we will want to distinguish between regions of finite extent and a region of infinite extent in 2 space and 3 space. അപ്പം ആ ഫൈനൈറ്റ് ഇന്റർവെൽ ഇൻഫിനിറ്റ് ഇന്റർവെലിനെ നമ്മൾ റിയൽ ലൈനിൽ ക്ലാസിഫൈ ചെയ്തതുപോലെ 2 സ്പേസിലും 3 സ്പേസിലും നമുക്ക് റീജിയനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഉള്ളതും അല്ലെങ്കിൽ റീജിയൻ വിത്ത് ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡ് ഉള്ളതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ എന്താണ് ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, a set of points in 2 space is called bounded if the entire set can be contained within some rectangle. Okay, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതാണ് നമ്മുടെ പ്ലെയിൻ. എൻ്റെ പോയിന്റ്സ് സെറ്റ് ഓഫ് പോയിന്റ്സ് എന്ന് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇരിക്കട്ടെ, ഇതൊക്കെയാണ് സെറ്റ് ഓഫ് പോയിന്റ്സ് ഇരിക്കട്ടെ. ഓക്കെ, ഇതിന് വേണമെങ്കിൽ എനിക്കൊരു ഫൈനൈറ്റ് ബോക്സിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമല്ലോ. എങ്കിൽ ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് എന്തായിരിക്കും? അതൊരു ബൗണ്ടഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയേ, ഈ വരച്ചിരിക്കുന്ന ഈ സെറ്റ്, ഇതൊരു സെറ്റ്, ഇത് തന്നെ ഒരു സെറ്റ് ആണല്ലോ. ഓക്കെ, ഈ സെറ്റ് ബൗണ്ടഡാ. കാരണം എന്താണ്? ഇതിനെ നമുക്ക് വേറൊരു ബോക്സിന്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വേറൊരു പടം വരയ്ക്കാം. അതായത് ഓക്കെ, വരയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ XY പ്ലെയിൻ, അതിൽ ഒരു സ്ട്രിപ്പ് ഇത് ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്ട്രിപ്പാ. ഇത് മുകളിലേക്കും പോകുന്നുണ്ട്, അതേപോലെ താഴേക്കും ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന സ്ട്രിപ്പാ. ഇത് ബൗണ്ടഡ് അല്ല. കാരണം എന്താണ്? ഇതിനെ നമുക്കൊരു റെക്ടാംഗിൾ അത് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. കാരണം ഇത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക, അതേപോലെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ്? അൺബൗണ്ടഡ് ആണ്. അതാണ് പറയുന്നത് ഇറ്റ്സ് കോൾഡ് അൺബൗണ്ടഡ് ഇഫ് ദർ ഇസ് നോ റെക്ടാംഗിൾ ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ പോയിന്റ്സ് ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ സിമിലർലി നമുക്ക് 3 സ്പേസിന്റെ കാര്യത്തിലും പറയാൻ പറ്റും. 3 സ്പേസിൽ നമ്മൾ ഈ റെക്ടാംഗിൾ ബോക്സ് എന്ന് പറയുന്നതിന് പകരം ഒരു 3 ഡയമെൻഷണൽ ബോക്സിന്റെ അകത്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ബൗണ്ടഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഫുട്ബോൾ നമുക്ക് ഒരു പെട്ടിക്കകത്ത് എടുത്ത് വെക്കാൻ പറ്റുമല്ലോ, ശരിയല്ലേ? സോ നമുക്കത് ബൗണ്ടഡ് എന്ന് പറയാം. അങ്ങനെ വെക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഒരു ഫൈനൈറ്റ് ഡയമെൻഷനുള്ള ഒരു പെട്ടിക്കകത്തേക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ വെക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അൺബൗണ്ടഡ് എന്ന് പറയും. ഇതിൽ കുറച്ച് പടമാണ്, പക്ഷെ ഇതിൽ ഫോട്ടോ എടുത്തപ്പോൾ അതിന് ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ ഇവർ തന്നിരിക്കുന്ന സെറ്റ് ഇതാണ്, ഇങ്ങനൊരു സെറ്റ്, ഇതിനകത്ത് പോയിന്റ്, ഇത് ബൗണ്ടഡ് ആണ്. കാരണം എന്താണ്? ഇത് നമുക്കൊരു റെക്ടാംഗിളിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് അതാണ് സെറ്റ് ഓഫ് പോയിന്റ്സ്. അത് ഒരിക്കലും ബൗണ്ടഡ് അല്ല. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ അതിനെ നമുക്ക് അതിനെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അല്ല ഉള്ളത്, ഇൻഫിനിറ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. സോ അതെന്താണ്? അത് അൺബൗണ്ടഡ് ആണ്. ഇനി ഇതൊരു ബോക്സ് ആണ്. ബോക്സിന്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. കാരണം എന്താണ്? നമുക്ക് അതിനൊരു പെട്ടിക്കകത്ത് വെക്കാൻ സാധിച്ചു. സോ അതുകൊണ്ട് അതിനെ നമുക്ക് എന്ന് പറയാം ബൗണ്ടഡ് എന്ന് പറയാം. നമ്മൾ സാധാരണ ബൗണ്ടഡ് അൺബൗണ്ടഡിന്റെ മീനിങ് മനസ്സിൽ വരുന്നത് തന്നെയാണ്. ബൗണ്ടഡ് ആണെങ്കിൽ അതിനൊരു അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടും അല്ലെങ്കിൽ അതിനേക്കാൾ വലുതും ചെറുതുമായിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ബൗണ്ടഡ് എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ്ട്രീം വാല്യൂ തിയറം. നിങ്ങൾ ഒരുപക്ഷെ ഇതേ പേരുള്ള ഒരു തിയറം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും, ഈ എക്സ്ട്രീം വാല്യൂ തിയറം. അതെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1 വേരിയബിൾ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്. നിങ്ങൾ ഒരു 1 വേരിയബിൾ ഫംഗ്ഷൻ എടുക്കുന്നു, ദാറ്റ് ആർ കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ. ഒരു ക്ലോസ്ഡ് ഇന്റർവലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അത് 3.4.2 എന്ന് പറഞ്ഞ തിയറമാണ്, നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചാണ്. ഓക്കെ, അതിന് പാരലൽ ആയിട്ട് നമ്മുടെ 2 വേരിയബിളിന്റെ തിയറമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്ട്രീം വാല്യൂ സെയിം പേര് തന്നെയാണ്. ഓക്കെ, ഇവർ പറയുന്നുണ്ട് വിച്ച് വി സ്റ്റേറ്റ് വിത്തൗട്ട് പ്രൂഫ്. കാരണം നമുക്കൊരു പ്രൂഫ് ഉണ്ട്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞിരുന്നാൽ മതി. സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഇതാണ്, f(xy) എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആറിന്റെ അകത്ത്. ഓക്കെ, ഡിഫൈൻ f(xy) is continuous on a closed and bounded set R. എങ്കിൽ എഫിന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടായിരിക്കും, അബ്സല്യൂട്ട് മിനിമം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എക്സിസ്റ്റൻസിനെ പറ്റി പറയാൻ പറ്റും.
അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണ്. നമ്മളോട് ചോദിക്കുകയാണ് ഈ ഫംഗ്ഷൻ അബ്സല്യൂട്ട് എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ആ എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത് എന്താണ്, if f of x y is continuous on a closed and bounded set R, then f has an absolute maximum and an absolute minimum on R എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെയാണ്. നമ്മളൊരു റീജിയൻ കൺസിഡർ ചെയ്യണം. റീജിയൻ ആയിട്ട് എടുത്തിരിക്കുന്നതാണ് 0 less than or equal to x less than or equal to 1 and 0 less than or equal to y less than or equal to 1. ഓക്കെ, അപ്പം അത് വരച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഇതാണ് എക്സ്, ഇതാണ് y എങ്കിൽ 0 1 1. അപ്പൊ ഇതായിരിക്കും നമ്മുടെ റീജിയൻ. ഇതെന്തായാലും ക്ലിയർലി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റിൽ എക്സ് y പ്ലെയിൻ ആണ്. നമ്മുടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഫംഗ്ഷൻ f whose graph is shown in figure 13.8.2 is continuous on R. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത് നോക്കിയേ, ഇത് നമ്മൾ അവിടെ പറഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഈ പറഞ്ഞ റീജിയനിലാണ്. 0 less than x less than 1, 0 less than y less than 1 ലാണ് ഈ തന്നിരിക്കുന്ന പടം. ഓക്കെ, ഇതെന്തായാലും കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം എക്സിസ്റ്റ് ചെയ്യും. ശരിയാണ്, ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമം എവിടെ വന്നിരുന്നു, ഡിയിൽ വന്നിരുന്നു. അബ്സല്യൂട്ട് മിനിമം എവിടെ വന്നിരുന്നു, എക്കകത്ത് വന്നിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾക്കും പറഞ്ഞത്. ഓക്കെ, അതാണ് പറയുന്നത് ഫിഗർ 13.8.2 is continuous on R, thus it is guaranteed to have an absolute maximum and minimum on R by the last theorem. These occur at the point D and A. ശരിയാണല്ലോ. ഓക്കെ, അപ്പം എക്സ്ട്രീം വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡിങ് റിലേറ്റീവ് എക്സ്ട്രീമ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ വൺ വേരിയബിളിന്റെ കേസിൽ. അതവിടെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, അവിടെ നമ്മൾ പഠിച്ചത് ഇഫ് എ ഫംഗ്ഷൻ g ഓഫ് വൺ വേരിയബിൾ ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് എ പോയിന്റ് എക്സ് നോട്ട്. g എന്ന് പറയുന്ന വൺ വേരിയബിൾ ഫംഗ്ഷന് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ g ഡിഫറൻഷ്യൽ ആണെന്നിരിക്കട്ടെ. എങ്കിൽ ആ റിലേറ്റീവ് എക്സ്ട്രീം വരുന്ന എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. g ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ വരച്ചു കാണിക്കാം. നമ്മൾ ഒന്ന് പഠിച്ചു തരുന്നത് ഇങ്ങനെ ഒരു കർവ് ഉണ്ട്. ഓക്കെ, ഇതാണ് g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇരിക്കട്ടെ. ഇവിടെ നോക്കി, ഈ പോയിന്റ് ആണ് എക്സ് നോട്ട്, ഇവിടെയാണ് റിലേറ്റീവ് എക്സ് നോട്ട്. ഇവിടെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ എന്തായിരിക്കും, പാരലൽ ടു ദ എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പൊ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്രയാണ്, 0 ആണ്. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. g എന്ന് പറഞ്ഞ വൺ വേരിയബിൾ ഫംഗ്ഷൻ റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഉണ്ടെങ്കിൽ where g is differentiable, then g dash x naught equal to 0. അപ്പം ഇതിന് അനലോഗസ് ആയിട്ട് നമുക്ക് 2 വേരിയബിൾ ഫംഗ്ഷനും തിയറം റിസൾട്ട് ഉണ്ട്. അത് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ f of x y എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ, അതിന് റിലേറ്റീവ് മാക്സിമം അറ്റ് എ പോയിന്റ് x0 y0 ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, മാത്രമല്ല ആ ഫംഗ്ഷന് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. x0 y0 പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നിരിക്കട്ടെ. എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പം അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഇതിന്റെ പ്രൂഫ് നമുക്ക് വേണ്ട. ഓക്കെ, അവർ പറയുന്നുണ്ട് വിച്ച് വി സ്റ്റേറ്റ് വിത്തൗട്ട് ഫോർമൽ പ്രൂഫ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് മാത്രം മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്, ഒരു ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ട് x0 y0. ആ ഫംഗ്ഷന് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താൽ ആ x0 y0 പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഈ പടം നോക്കി, ഈ ഒരു കപ്പ് കഴിയുന്ന സാധനം, ഇതിൽ നമ്മൾ ഇതാണ് x0 y0 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ എന്തായിരിക്കും, പാരലൽ ടു ദ xy പ്ലെയിൻ ആണ്. ശരി, ഈ ടാൻജന്റ് ലൈൻ. സോ അതിന്റെ സ്ലോപ്പ് എത്രയാണ്, 0 ആണ്. എക്സ് ഡയറക്ഷനിൽ വരച്ചാലും y ഡയറക്ഷനിൽ വരച്ചാലും അതിന്റെ സ്ലോപ്പ് അതിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. സോ ഇതൊരു ഇമ്പോർട്ടന്റ് തിയറം ആണ്. അപ്പൊ നമുക്ക് എളുപ്പമാണ്, ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ട് റിലേറ്റീവ് മാക്സിമം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെറിവേറ്റീവ് 0 വരുന്ന പോയിന്റുകളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു റിസൾട്ട്. ഓക്കെ.